റേഞ്ച് ഇല്ലല്ലോ, ഗെയിമും തോറ്റു. കണ്ടില്ലേ, ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. നമ്മൾ ആദ്യം ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുത്തത് കസ്റ്റമർക്ക് ഇൻ്റർനെറ്റിലേക്ക് ഒരു ആക്സസ് എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ വോയിസ് പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം OTT പ്ലാറ്റ്ഫോം കീ പോലെയുള്ള OTT ആപ്പുകൾ നമ്മൾ കൊടുത്തു. പിന്നീട് TR069 പോലെയുള്ള സർവീസുകൾ നമ്മൾ കൊടുക്കാൻ തുടങ്ങി. മറിച്ച് കസ്റ്റമറോ, അവർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് കൂടാതെ അത് അവർ CCTV ക്യാമറകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് സ്മാർട്ട് TVകൾ വാങ്ങിവെച്ചിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ, മനോരമ മാക്സ്, സോണി ലൈവ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ 4K TV വാങ്ങിവെച്ചു. 4K TV വാങ്ങിവെച്ചിട്ട് നമ്മൾക്കറിയാം, നോർമൽ യൂട്യൂബിൽ നിന്നും പ്രീമിയം HD യൂട്യൂബിലേക്ക് HD കണ്ടൻറ്റുകൾ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് ഗെയിമിങ്ങുകൾ, കുറേയധികം ഗെയിമിങ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് സ്മാർട്ട് ഹോം എന്നൊരു കൺസെപ്റ്റിലേക്ക് തന്നെ മാറി. അതായത് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വളരെ വലിയ രീതിയിൽ കൂടുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മത്സരിക്കുന്നത് ലോക്കൽ ISPകളോടല്ല, ടെലികോമുകളോടാണ്. അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മോഡങ്ങളുടെ നിലവാരം കൂട്ടണം. ഇതിന് ഒരു ശാശ്വത പരിഹാരമാണ് DBC ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ONT ആണ് CB4104AC എന്ന് പറയുന്ന ഈ മോഡം. ഇത് അമേരിക്കൻ ചിപ്സെറ്റ് ആയ ബ്രോഡ്കോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് വൈഫൈയിൽ FEM ഉണ്ട്. അത് കാരണം സുപ്പീരിയർ വൈഫൈ കവറേജ് ഇതിനകത്ത് നൽകുന്നുണ്ട്. പിന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് WPA, WPA2, WPA3 പ്രോട്ടോക്കോൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് 256 MB റാം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ സ്ട്രോങ് പാരൻ്റൽ കൺട്രോൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇത് നമുക്ക് ഈസി മെഷ് R2 സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിനകത്ത് നമുക്ക് ഗസ്റ്റ് നെറ്റ്വർക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന് 4 ലാൻ പോർട്ടുണ്ട്, 4 GE പോർട്ടാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്കിതിനകത്ത് കോൺഫിഗറേഷൻ LAN to WAN സ്റ്റാൻഡ് ലോൺ റൗട്ടർ മോഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് ബിൽറ്റ് ഇൻ VPN ക്ലയൻറ്റ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇത് ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ് പാനലുണ്ട്. കൂടാതെ ഇതിനകത്ത് നമുക്ക് കോൾ ഹിസ്റ്ററി എടുക്കാൻ പറ്റുന്നതാണ്. മിസ്ഡ് ഡയലിൽ അങ്ങനെയുള്ള കോൾ ഹിസ്റ്ററി എടുക്കാൻ പറ്റുന്നതാണ്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നവംബർ 6, 7, 8 തീയതികളിൽ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിൻ്റെ DBCയുടെ പവലിയനിലേക്ക് എത്തുക. കൂടുതൽ ഓഫറുകളോടുകൂടി പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ സീ യു ദെയർ. താങ്ക് യു.